ക്രിയേറ്റീവിലേക്ക് സ്വാഗതം. ഗൈസ് അപ്പോൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഐസ്ക്രീം ലെവൽ 6 ആണ്. ഗൈസ് നമ്മളിതാ ഗോസ്റ്റ് ആയിട്ടാണ് കളിക്കാൻ പോകുന്നത്. അതിന് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി പൊട്ടിക്കുക, കമൻറ്റ് ചെയ്യുക. നമ്മളിതാ നമ്മളെ കൈനയിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിതാ ഇനി ഇത് റെഡിയാക്കണം ഗൈസ്. ഓക്കെ ഫൈൻഡ് എ വേ ടു കമ്മ്യൂണേറ്റ് വിത്ത് ശേഷം എന്തോ കാണിക്കുന്നുണ്ട്. നമുക്ക് നേരെ എന്താക്കാം, നമ്മൾ കളിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാക്കാം. ഓക്കെ ഗോസ്റ്റ് ആയതുകൊണ്ട് അത്ര സീനൊന്നും ഇല്ല. ഹായ് ചേട്ടായി അത് തരൂല ഗൈസ്. നമുക്കൊരു ചെറിയ കളി കളിക്കാനുണ്ട്. അതിന് മുന്നേ തന്നെ എല്ലാവരും വീഡിയോ തന്നാൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ നമുക്ക് ഈ കളി ജയിക്കണം ഗൈസ്. ഓക്കെ 3, 2, 1 സ്റ്റാർട്ട്. ഗ്രീൻ, റോസ്, ബ്ലൂ. ഓക്കെ റോസ്, യെല്ലോ, ബ്ലൂ. ഓക്കെ റോസ്, ഗ്രീൻ, ബ്ലൂ. ഓക്കെ മഞ്ഞ, പച്ച, റോസ്, നീല, പച്ച, റോസ്. ഓക്കെ നീല, പച്ച, റോസ്. ഓക്കെ നീല, മഞ്ഞ. ഓക്കെ പച്ച, റോസ്, നീല. ഓക്കെ പച്ച, നീല, റോസ്. ഓക്കെ നീല, പച്ച, മഞ്ഞ. ഓക്കെ നമ്മളിതാ അങ്ങനെ കംപ്ലീറ്റ് ആക്കി. ഇതാ മാസ്ക് കിട്ടി, മാസ്ക് എടുക്കണം. മാസ്ക് ഒന്ന് ഭയങ്കര അതെങ്ങനെയാ കൊണ്ടുപോകും? വീയതാ പോകുന്നു. ഓക്കെ ഈ മാസ്ക് ഇട്ട് ആരും കാണൂല. ഈ മാസ്ക് കൊണ്ട് ഒരു പരിപാടി ഉണ്ട് ഗൈസ്. വീഡിയോ നേരം എല്ലാവരും തന്നെ ഫസ്റ്റ് എന്താക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഈ മാസ്ക് കൊണ്ടൊരു പരിപാടി ഉണ്ട്. ഗോസ്റ്റ് ആയാലും എന്തായാലും ഈ മാസ്ക് അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് ക്ലോസഡ്. ഓക്കെ നമുക്ക് ഈ മാസ്ക് ഇവിടെ വെക്കണം. ഞാനെന്നെയാ ഫേസ് ഉണ്ട്. എടാ ഞാനാടാ മുഹമ്മദ് ആത്തിഫ. ആദ്യം നമുക്കിത് നിൽക്കണം എന്നാണ്. തുറക്കാനും പറ്റുന്നില്ല. ഞാൻ ഇത് ഇട്ടിട്ട് വേണമെങ്കിലും എനിക്ക് കാണുന്നില്ല. ഇറ്റ് ഈ സിസ്റ്റം റെഡി. ഓക്കെ പൊളി. ക്യാമറ ഒന്നുമില്ല. ഓക്കെ സെറ്റ് തുറന്ന് അതിൻ്റെ മുന്നിൽ പോണേന് ഗൈസ്. നമുക്ക് ആ മാസ്ക് ആവശ്യമില്ല. ഇനി ഇവിടെ ആണെങ്കിൽ നമുക്ക് എന്താക്കണം, ഒരു ഷോക്സ് കണ്ടുപിടിക്കാനുണ്ട്. നമുക്ക് നേരെ എന്താക്കാം, ഷോക്സ് നോക്കാം. ഇതിലുണ്ടോ? ഇല്ല. ഇതിലുണ്ടോ ഷോക്സ്? ഇതിലുമില്ല. ഇതിലുണ്ടോ? ഇതിലുമില്ല. ഇതിലുണ്ടോ? വേഗം ഗൈസ്. ഓക്കെ ഇതിലുമില്ല. ഈലുണ്ടോ? ഇല്ല. പിന്നെ ഈൽ കൊണ്ടായി വെച്ചാണ് ഇവിടെ വരെ. ഈലുണ്ടോ? ഓക്കെ ഈലുണ്ട്. ഓക്കെ നമുക്കിതായി ഷോക്സ് കിട്ടി. ഇനി ഷോക്സ് നേരെ എന്താക്കണം, നമുക്ക് മിൽക്കിൽ ആഡ് ചെയ്യണം. ഓക്കെ മിൽക്ക് ആഡ് ചെയ്യും. ഓക്കെ ഇനി എന്താക്കാം, നമുക്ക് നേരെ എന്താക്കാം, ഇവൻ്റെ അടുത്ത് പോകണം. ആരെടുത്ത്? നമ്മുടെ സ്വന്തം. ഒരു കാര്യം ചെയ്യാറുണ്ട്. അതിന് മുന്നേ ഒരു കാര്യമുണ്ട്. ചെറിയൊരു പണിയുണ്ട് ചെയ്യാൻ. ചെറുതല്ല എന്നാലും ചെറിയത് തന്നെയാണ്. ഇവിടെ പോയി ഈ ഭാഗത്തോട്ടല്ലേ. ഇതിൽ കൂടെ പോയിട്ട് ചെറിയൊരു പരിപാടിയുണ്ട്. ഹായ് ചേച്ചായി.
ചേട്ടാമാരെ ചേച്ചിമാരെ എനിക്കൊരു ചെറിയൊരു പണി ചെയ്യാനുണ്ട്. വീഡിയോ നേരം എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക. ഞാനെപ്പറ്റി പണി കയറ്റാം. ഇതൊക്കെ കിട്ടി. ഇതേപോലത്തെ ഒരു പീസും കൂടി വേണം. ഇതിവിടെ ഉണ്ടോ നോക്കാം. നമുക്കൊരു പീസ് കൂടി എവിടുന്ന് കണ്ടുപിടിക്കണം. ഇല്ല, നമ്മൾ നോക്കി, ഇതിലും ഇല്ല. ഇപ്പം എവിടെ കൊണ്ടായി വെച്ചുമാര്? ഇതിലും ഇല്ല, ഇതിലും ഇല്ല. എന്തായാലും നമുക്ക് ഇത് കൊണ്ടായിട്ട് വെക്കാം. നമുക്ക് നോക്കാം. ഓക്കെ, ഇതെവിടെയാ വെക്കണ്ടേന്ന് വെച്ചാൽ നമ്മൾ നേരെ ഈ സ്ഥലത്താണ്. ഗൈസ്, വീഡിയോ നേരം എല്ലാവരും തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ലാസ്റ്റ് 8 വരെ നമ്മൾ വെക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, 8ലാണ് മോനെ ഒരു ആത്മഹത്യം ചെയ്യുക. ഈ ഐസ്ക്രീം നമ്മളൊന്ന് ഇഞ്ചൊന്ന് വെയിറ്റ് ചെയ്ത് നമ്മൾ ഇടും. ഉറപ്പ്. നമുക്ക് ഒരിതും കൂടി ഇടാനുണ്ട്. ഇതിപ്പോൾ ഇടുന്നു കേട്ടോ. ഇവിടെ ഉണ്ടോ നോക്കാം. ഓക്കെ ഇവിടെ ഉണ്ടോ ചേട്ടന്മാരെ ചേച്ചിമാരെ? ഇവിടെ ഒന്നുമില്ല ചേട്ടന്മാരെ ചേച്ചിമാരെ. എന്നാൽ ഞാൻ അപ്പുറത്തൊന്ന് പോയോട്ടെ. ആടുണ്ടോ ചേച്ചന്മാരെ ചേച്ചിമാരെ? ഒന്ന് നോക്കി ചേച്ചന്മാരെ ചേച്ചിമാരെ എല്ലാം ഒന്ന് നോക്കണം. ഓക്കെ, ഇവിടെ ഒരു ഡ്രോ ഉണ്ട്. പോയിരുന്നില്ല. ഇവിടെ ഒരു ഡ്രോ ഉണ്ട്. ഇല്ല, ഇവിടെ ഒരു ഡ്രോ ഉണ്ട്. ഗൈസ് കിട്ടി. ലെഫ്റ്റ് പീസ് കിട്ടി. ലെഫ്റ്റ് പീസ് എന്താ ഇവിടെ നമുക്ക് ഒട്ടിച്ചു വെക്കാം. പരത്തി കുരത്തി വെക്കാം. ഓക്കെ, ഏതൊക്കെ വഴി കൂടിയാണ്? ചേട്ടന്മാരെ ചേച്ചിമാരെ, ഞാനും പോയിക്കാം. ചേട്ടന്മാരെ ചേച്ചിമാരെ, അപ്പുറത്തെ വീട്ടിലെ സുഗണൻ ചേട്ടൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. നാടൻ വരെ പോവാം. പറഞ്ഞീന്ന്. ഓക്കെ, ഇതെന്താക്കണം? അവിടെ വെക്കണം. ഒരു സംഭവത്തിനാണ്. ചമ്പു എന്ന് വെച്ചാൽ ചമ്പോ. ഇതൊരു ചമ്പു എന്ന് വെച്ചാൽ ചമ്പുവാണ്. ഓക്കെ, ഡോറീസ് ഇതൊരു ഫ്രെയിമുണ്ട്. ഇത് നമ്മൾ താഴെ കണ്ടിരിക്കാനും ഇങ്ങനെയുള്ള. ഓക്കെ, സെറ്റ്. നമുക്ക് നേരെ ജയനെ വിളിക്കാൻ പറയാം. സംഭവം പറയാം ഗൈസ്. ഇങ്ങനത്തെ ഒരു ഫ്രെയിം ഉണ്ട്. ഒന്ന് വേഗം ഒന്ന് സെറ്റാക്കാൻ പറയാം. ഓൻ്റെ ഒരു സെറ്റാക്കണം ഇങ്ങനത്തെ ഫ്രെയിം. ജെ ഇത്തെ മെയിൻ താരം ജെ ആണ് ഗൈസ്. ജെ. ഓക്കെ, ജെ സെറ്റാക്കുമെന്ന് പറഞ്ഞെങ്കിൽ നമുക്കൊരു വെറുതെ ഒരു ഇതെടുക്കാം. താഴ്ചയൊന്നും ഇല്ല. ആദ്യം നമുക്ക് എടുത്തേക്കല്ലേ. വല്ലതും പൊട്ടിക്കാനായിട്ടും വന്നാലോ രസത്തിന്. ചിലപ്പോൾ ഫ്രണ്ടിൽ ആരെങ്കിലും ഉണ്ടാവും. ആ സാധനത്തിന് നീങ്ങുന്നില്ല. നമുക്ക് എന്താ പ്രീന്റുണ്ടെങ്കിൽ പൊട്ടിച്ചാൽ അയാളങ്ങ് വരച്ചോളും. ഓക്കെ, നമുക്ക് നേരെ പോവാം. സെറ്റ്. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ ഫ്രണ്ടിൽ ഉണ്ടാവും. ഇവിടെ എവിടെയോ ആണുള്ള ഇതെല്ലാം. മറ്റേ സ്ഥലമല്ലേ, ഫുൾ അടച്ചു പൂട്ടിക്കാം. ഇതാ ഇവിടെ, ഇതാ കിടക്കാം. പറഞ്ഞില്ലേ, അതിൻ്റെ അടിയിൽ നിന്നൊരു പീസ് കിട്ടി. നോക്കാം. ഇതൊരു പ്രൊഫസേഴ്സ് കടാണ്. ഇനി എന്താക്കി നമുക്ക് നേരെ എവിടെയെങ്കിലും കൊണ്ടുപോയി നോക്കാം. എവിടെയെങ്കിലും കിട്ടിയാലോ. ഇവിടെ വല്ലതുണ്ടോ? ഈ കാട് ഇതുണ്ട്. ഈ കാട് ഇടുന്ന കേട്ടപ്പോൾ അപ്പുറത്ത് പോയി നോക്കാം ഗൈസ്. ഇവിടെ ഉണ്ടോ നോക്കാം. ഇതാ ഒരേ കാട്. ഇതെന്നാ എവിടെയോ കണ്ട് പരിചയം. നമുക്കൊന്ന് തീർക്കാം. ഇവിടെയൊന്നും ഇല്ല. ഇവിടെ ഇല്ല. ഓലിന്തോടോടിന്തോ തേനെ ഇവിടെയൊന്നുമില്ല ഗൈസ്. നമുക്ക് ഫുള്ള് തപ്പി എടുക്കാം. ഇതെവിടെയോ കണ്ടിക്കല്ലോ. ഇവിടെ എവിടെയോ കണ്ടിക്ക. ഫ്രോസ്റ്റ് ഇതെവിടെയോ കണ്ട് പിടികിട്ടുന്ന ചിലപ്പോ. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഗൈസ്. വീഡിയോ അന്നേരം എല്ലാവരും തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് എല്ലാവരും ഒന്ന് തിരക്കി നോക്കാം. ഇവിടെ റോഡ് അതാണ് അടച്ചു വെച്ച് ഗൈസ്.
ചേട്ടന്മാരെ ചേച്ചിമാരെ ഇത് കണ്ടോ ചേച്ചന്മാരെ ഇതാ നോക്കി നമുക്ക് ഇല്ല അതൊക്കെ കണ്ടിക്കില്ലല്ലോ ഞാനൊന്ന് പോയി നോക്കിയ എന്താ ക്ലീൻ ആക്കിയോ കുഴപ്പമൊന്നുമില്ല യെസ് അപ്പോൾ ഗൈസ് അങ്ങനെ കുറേ നേരം ചിന്തിച്ച് നമുക്കൊരു സ്ഥലം മനസ്സിലായി ഇതെന്നെയാണോ നമുക്ക് അറിഞ്ഞൂടാ നമ്മൾ ഐസ്ക്രീമിൻ്റെ മറ്റേ ഇതില്ലേ ഏതേനു ഐസ്ക്രീമിൻ്റെ മറ്റേത് അങ്ങനെ വെച്ചാൽ റോഡിൻ്റെ വണ്ടിയൊക്കെ വെക്കുന്ന സ്ഥലമില്ലേ എന്താ പറയുക കാർക്കി ഇവിടെ ഉണ്ട് ഗൈസ് ഓക്കെ ഗൈസ് അവിടെ കാർക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഐസ്ക്രീമിൻ്റെ വണ്ടി വെക്കുന്നതാണ് ഇതേപോലത്തെ ഒരു ചിത്രം കണ്ടുപോകുന്നൊരു സംശയം ഇല്ലാതില്ല നമുക്ക് നേരെ എന്താക്കാം സംശയം തീർത്തോ ഇതാ ഫോർട്സ് കണ്ടു ഞാൻ പറഞ്ഞില്ലേ പക്ഷെ ഇങ്ങനത്തെ തോന്നും ഇതാ ഫോർട്സ് ഇതെന്നേ ഓക്കെ ഇത് നമുക്കിത് അതിൻ്റെ അടിയിൽ നിന്ന് ഒരു ഫോട്ടോ കിട്ടി ഇതാക്കറിയാം ഗൈസ് ഇത് നമ്മളെ നേരെ ഇവിടെയുള്ളതാണ് ഗൈസ് ഇനി നമുക്ക് നേരെ എന്താക്കാം മറ്റേ സ്ഥലത്ത് പോയി നോക്കാം വല്ലതും കിട്ടിയാലോ എനിക്ക് തോന്നുന്ന അവിടുത്തെ തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ എന്താക്കാം ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം അതിന് മുന്നേ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം എല്ലാം ചെയ്യാം ഇവിടെ കാർക്കി ഉണ്ട് അത് നോക്കി വെച്ചോ കാർക്കി വല്ലത് ആവശ്യം വന്നാലോ വാൻകിയാണ് കാർക്കി അല്ല ഓക്കെ നമ്മളിപ്പോൾ എത്തും ഓക്കെ ഇവിടെ തന്നെയാണല്ലേ ഇതിൽ കൂടെ ഇറങ്ങി എത്തി സ്ഥലം ഒരാണെ പറയാം ഓക്കെ ഇവിടെയാണല്ലേ ഓക്കെ ഇതെന്നെ അതിൻ്റെ അടിയിൽ നിന്നാ ഗൈസ് നമുക്ക് ക്രാങ്ക് കിട്ടി ക്രാങ്ക് ആവശ്യമുണ്ട് ക്രാങ്ക് നമുക്ക് നേരെ എന്താക്കാം നമ്മളെ വണ്ടി വേണം വണ്ടി മറ്റേ ഈ വണ്ടി എന്നേ ഇവിടെ ക്രാങ്ക് വെക്കണം ഗൈസ് ഗ്യാപ്പിൽ ക്രാങ്ക് വെക്കാം ഓക്കെ നമ്മളിതാ ക്രാങ്ക് വെച്ചു ഓക്കെ നമുക്ക് ഈ ക്രാങ്ക് തിരിക്കണം ഓക്കെ തിരിച്ചപ്പോൾ ഇതാ ഇവിടെ ഇത് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ എന്തോ ഒരു കീ എന്തോ ഉണ്ടല്ലോ ഓക്കെ അത് അൺലോക്ക് ആക്കി പിന്നെ ഐസ്ക്രീമിൻ്റെ എന്തോ കാണിക്കുന്നത് ഇത് നമ്മൾ നെണ്ണല്ലേ നെണ്ണ ചെയ്തിട്ടുണ്ടാവും അടുത്ത ലെവലിൽ നമ്മൾ എന്താ നെണ്ണ ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടെ നമുക്ക് നേരെ മൈക്കിൻ്റെ അടുത്ത് പോയിട്ട് വല്ല സഹായം ആവശ്യമുണ്ടെന്ന് ചോദിച്ചു ഓക്കെ പണി കഴിഞ്ഞു പച്ചയായും പണി മാങ്ങ പോനെ പണി കഴിഞ്ഞല്ലോ നമുക്ക് നേരെ എന്താക്കാം നമ്മളെ മൈക്കിൻ്റെ അടുത്ത് പോവാം മൈക്കിൻ്റെ അടുത്ത് പോയിട്ട് സാധനം ആവശ്യമുണ്ടല്ലോ ചോദിച്ചോട്ടെ മൈക്കേ ഇത് ചിന്തിച്ചിട്ട് വല്ലതും കിട്ടിയാ കുറേ നേരം ചിന്തിക്കുന്നു നമുക്ക് നേരെ എന്താക്കാം മറ്റേ ഇവനോട് ഇതൊന്നും ആവശ്യമില്ല പോയടാ പോനെ കുറേ നേരായി ഇത് സ്റ്റാച്ചുവിനെ പോലെ ഉണ്ട് നമുക്ക് നേരെ എന്താ ഈ ഭാഗത്തേക്ക് പോകണം നമ്മളെ മറ്റേ ഈ റൂമില്ലേ ഡോർ ഓപ്പൺ ആവുന്ന പറഞ്ഞേ ഗൈസ് ഓപ്പണായി അപ്പം എന്തോ ഒരു ലിക്വിഡ് കിട്ടി ഇനി ഇതെന്താക്കണം നമുക്ക് നേരെ എന്താക്കാം ഇവിടെ കൊണ്ടുപോയി വെക്കണം ഗൈസ് എവിടെയാന്ന് വെച്ചാൽ പഞ്ചസാരൻ്റെ ഷുഗർ പൊടിയുണ്ട് ആ ഷുഗർ പൊടിയിലേക്ക് നമുക്ക് ചേർക്കാം ഗൈസ് നമ്മളിതാ അങ്ങനെ ചേർത്തിട്ടുണ്ട് ഞാൻ പേടിച്ചു ഗൈസ് പെട്ടെന്ന് വന്നപ്പോൾ ഷുഗർ എടുക്കാൻ വന്ന ഷൂഷി എന്ന് പറയപ്പോ ഇനി നമ്മൾ എന്താക്കണം ഇനി മൈക്കിൻ്റെ പരിപാടിയാണ് നമുക്ക് നേരെ ജയൻ്റെ പരിപാടിയാണ് അല്ല മൈക്കിൻ്റെയും ജയൻ്റെയും എല്ലാവരും കൂടി വരാം ഓക്കെ ഏതേനു റൂം എഴുതിയതിനൂടെ ഇവിടെ ഒന്നും പിടിയിട്ടുന്നില്ലടേ നമുക്ക് നേരെ മൈക്കിന് വിളിക്കാൻ പറയാം കോൾ ജയൻ വല്ലതും കിട്ടിയാ തുമ്പ് കുറേ നേരമല്ലോ കുറച്ച് നേരം പുറത്തിറങ്ങി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ സംഭവം നോക്കാം ഈ കാർ കീ എടുക്കാം എന്താക്കാം നമുക്ക് വല്ല സംഭവം എന്താ നോക്കാം വാൻ കീ എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ പോയി നോക്കാം ഓക്കെ നമുക്ക് എന്താക്കാം ഈ വാൻ കീ കൊണ്ട് എന്നാ പരിപാടി നോക്കാം എനിക്കൊന്നും ഒരു പരിപാടിയും വേണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നല് ഓക്കെ വാൻ കീൻ്റെ ഇവിടെ എന്തൊരു സാധനമുണ്ട് ഇവിടെ എന്താണ് പാസ്വേഡാ ഇത്
ഇതെന്നാ DDAF എന്താ പാസ്വേഡ് എന്തിനാണ് DDAF എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇതെവിടെയും കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനത്തെ പാസ്വേഡ് എവിടെയും കണ്ടിട്ടില്ലല്ലോ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇത് നമുക്ക് മൈക്കിനോട് നോക്കിയാലോ. മൈക്ക് എന്തെങ്കിലും പറഞ്ഞാലോ അയ്യോ വഴി തിരിച്ചായി പോയി. ഓക്കെ ഇങ്ങോട്ടായിരുന്നു. ഇതാണെങ്കിൽ ഇവൻ്റെ റോഡ് ചേട്ടായി ഒന്ന് മാറ്റിത്തരും കുറേ നേരം ആയിരുന്നു. ഇനി പോന്ന് വേമ്പോ അല്ലെ ഞാൻ പോകുമ്പോഴേ കുറേ നേരം പറയുന്നു. പക്ഷെ മലയാളത്തിലല്ലോ പറഞ്ഞു 30 സെക്കൻഡ് അടക്കെടുക്കട്ടെ. നമുക്കപ്പോൾ എന്താക്കാം DFT ചേച്ചി എന്താ സംഭവം ചോദിച്ചു. ഇതെന്താണ് സംഭവം? സാധനം നിലത്തോളൂ ഈ അതവിടെ സാധനം ആവശ്യം ഉണ്ടാവും. ചേട്ടായി ഒന്നെനിക്കോ ആ ഭാഗത്തൊരു സാധനമുണ്ട്. ഇവനാണ് വിട്ടിരുന്നില്ലല്ലോ. ഡാടാ എണീക്കടാ. ഇവനെ എണീക്കൂല എന്നൊക്കെ തോന്നുന്നു. നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെന്നാ ഒരു സംഭവമുണ്ട്. നമുക്കെന്തായി പോയി നോക്കാം. നമുക്കെന്തായാലും പിന്നെ പോയി നോക്കാം. ആ ഭാഗത്തൊക്കെ ഒന്ന് കറങ്ങി ചുറ്റി മാച്ചാലാക്കിയിട്ട് പോയി നോക്കാം. ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ വല്ല തുമ്പ എന്തെങ്കിലും കിട്ടിയാ നമുക്ക് എടുത്തെടുക്കാം. ചേട്ടാ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ടൂൾ ബോക്സ് നമുക്കിത് നോക്കണം എന്ന് പറയുന്നത്. ഓക്കെ ഒന്നുമില്ല. അപ്പുറത്തെ ടൂൾ ബോക്സിലോ ടൂൾ ബോക്സ് കിട്ടാൻ മുകളിൽ കുത്തിക്കിട്ടാം. ഓക്കെ ഇവിടുന്ന് ഒരു സാധനം കിട്ടി. ഇതെന്തിനാണ്? നമുക്ക് നേരെ നമ്മളെ റൂമിലേക്ക് ഇടാം. അപ്പോൾ ഇതാവുമ്പോൾ ഇച്ചിരി ശരിക്കും ഒന്നും മനസ്സിലായില്ല. ഇതിൻ്റെ ആവശ്യമുണ്ടാവോ അല്ലേ നമുക്ക്? ഓക്കെ നമ്മളിത് അടച്ചിട്ടുണ്ട്. നമുക്ക് നേരെ എന്തായാലും എനിക്ക് കൊടുക്കാം. ഇവിടെ എന്ന് വെച്ചിക്കേ പോകല്ലേ. നമുക്കെന്താ ഇനി നേരെ പോയിട്ട് അടുത്ത സാധനം എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ഇല്ല. അടുത്ത വല്ലത് ഇവിടെ എന്തെങ്കിലും ഉണ്ടോടേ? ഇവിടെ ഒന്നും ഞാനൊന്നും കാണുന്നില്ല. ഓക്കെ എല്ലാവരും വല്ലതുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോകാം. ഓക്കെ ഇതൊന്നുമില്ല. ഇവിടെ കുറേ AC പെട്രോൾ ഇതാക്കാം. നമുക്ക് ഈ ഡ്രോയിൽ നോക്കാം. ഡ്രോ അപ്പോൾ ഗൈസ് നമ്മൾ ആടെ ഫുള്ള് നോക്കി. ഇനി ഈ റൂമും കൂടി ഉള്ളൂ നോക്കാം. ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഇവിടെ ഒന്നും ഇല്ല. ഓ ഗൈസ് കിട്ടി. ഇതെന്തൊരു ടാപ്പ് എന്തൊരു സാധനം കിട്ടി. ഇതൊക്കെ ടാപ്പ് എടുത്തിട്ട് നമുക്ക് നേരെ നമ്മളെ റൂമിലിടാം. എന്തെങ്കിലും കിട്ടി എന്താക്കാം നമ്മൾ നേരെ നമ്മളെ റൂമിലേക്ക് ഇടാം. ഓക്കെ സെറ്റ് ടാപ്പ് ഒന്നും ഇവിടെ ഇട്ടൊക്കെ കളിക്കല്ലേ. ഇത് കളിക്കരുത്. മൈക്ക് എടുത്ത് കളിക്കൂല എന്ന് പറഞ്ഞു. ഗുഡ് ബോയ് നമുക്ക് എന്താക്കാം ഇവിടെ വല്ലതുണ്ടെങ്കിൽ ലോ നമുക്ക് എടുത്ത് കള്ള ചെയ്യാം. ഐസ്ക്രീം ചേട്ടനെ എന്തുട്ട കളിക്കുന്നത് നമ്മൾ നേരത്തെ എടുത്തരാം. ഓക്കെ ഇവിടെ ഒന്നും കാണുന്നില്ല. ഓക്കെ എന്താ കുനിഞ്ഞ് പോകാം. ഇവിടെ കുറേ നേരം ഫ്രോഡ് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ ഇത് യുവർ ലൊക്കേഷനൊക്കെ കൊടുക്കും. അതാ മാറി. ലൊക്കേഷൻ മാറി. കൊടുത്ത സാധനം മാറി ഗൈസ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ചേട്ടാ ഇവിടെ വല്ലതുണ്ടോ? ഒരു ചെറിയൊരു ആവശ്യമുണ്ട്. ഇവിടെ ഒന്നും എന്താന്നില്ലേ? കുക്കു ഇട്ടൊന്നുമില്ലല്ലോ. കൂയ് വല്ലതുണ്ടോ ചേട്ടന്മാരെ ചേച്ചിമാരെ? ഇവിടെ വല്ലതുണ്ടോ? ഇവിടെ ഒന്നുമില്ല. ഇവിടെ നമുക്കൊരു സാധനം കിട്ടി. ഈ സാധനം എന്താക്കാം? നമുക്ക് എടുത്ത് നമ്മളെ ടേബിളിൽ വെക്കാം. ഓക്കെ പ്ലേറ്റാണ് ഗൈസ്. ഇത് പ്ലേറ്റാണ് നമുക്ക് കിട്ടിയത്. എന്താണ് കിട്ടിയത്?
ആര് പറഞ്ഞു മ്യാവു ഞാനാ നിങ്ങളെ കാത്തു എന്നോടൊപ്പം കൂടാൻ ആർക്കാൻ ഇഷ്ടം ഇഷ്ടം ആർക്കാൻ ഇതെന്തോ ഒരു സാധനം വേണം ഓപ്പൺ ഇറ്റ്. ഇനി നമുക്ക് നേരെ എന്താ നമ്മളെ മൈക്കിൻ്റെ അടുത്ത് പോവാം. എടാ മൈക്കിങ് കുക്കിങ് എടാ ചക്കിങ് ചുക്കിങ് ഞാനിതാടാ വരുന്നിടേ. നിനക്കുള്ളൊരു സാധനം തരാനാടാ ഞാൻ വന്നേ. ഇത്രയും കഷ്ടപ്പെട്ട അതിൻ്റെ കൂടെ ഓടി ഇടി വന്നേ. മൈക്കേ ഇതൊന്ന് പറഞ്ഞാ മൈക്കേ എന്തൂട്ട സ്വഭാവം മൈക്കേ. നമുക്ക് നേരെ എന്താ ഇത് ഇവിടെ വെക്കാം. ഓക്കെ ഹാപ്പി മൈക്കിന് ഭയങ്കര ഇതാണ്. ഇതാ മൈക്ക് വന്നു. ഓക്കെ ഇതന്നെയാണ് നമ്മൾ കൊടുത്ത ഫുള്ളും കറക്റ്റ് തന്നെ. നമ്മൾ ആദ്യം കറക്റ്റ് എന്ത് ചെയ്യാനാ. ഓക്കെ ഇതാണ് നമ്മളെ മറ്റേ സംഭവം. അനക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായോ. ഹായ് റോഡേ സുഖല്ലേ. റോഡായിരുന്നു പണിയെടുത്ത് കൊടുക്കുന്നത്. ഈ വണ്ടിയിൽ എന്തോ ഒരു പ്രത്യേകത കേട്ടോ. നമ്മളെ ഇത് ഗെയിമില് വണ്ടി കുറേ ദിവസം ഇങ്ങനെ ചൂച്ചിന്ന് പറഞ്ഞിട്ട് കുറേ പരിപാടി ആക്കുന്നു. അവസാനം ഇത് നമ്മളെ സാധനം കിട്ടി. ഇതെന്നാ സംഭവം എന്നറിയോ. ഇതാണ് നമ്മളൊരു സംഭവം. നമുക്ക് ഇവിടെ പോയിട്ടില്ല. അതിൻ്റെ നേരത്തെ ഒരു ലോക്ക് ഇവിടെ തൊട്ടിക്ക് തരാം. ഈ ഭാഗത്ത് നമുക്ക് പോക്കാം. എന്നിട്ട് എന്താക്കാം, അതിൻ്റെ ഉള്ളിലൊരു ഇതുണ്ടാവും, മറ്റേ കരണ്ട് വരുത്തുന്ന ഇതുണ്ടാവും. അത് ഓണാക്കി നമ്മളെന്താവും, നമ്മൾ നേരെ മറ്റേ ഇവൻ്റെ അടുത്ത് കരണ്ട് ഓണോ എന്നാൽ നമുക്ക് മറ്റേ സാധനം കിട്ടും. എല്ലാം സെറ്റ് ആവും. അപ്പം ഓക്കെ ഇനി എന്താക്കാം, നമുക്ക് ഇത് ലിവർ ഇരിക്കാം. ബ്രേക്കർ തിരികെ അങ്ങനെ കരണ്ട് ആയിട്ടുണ്ട്. ഇനി മോനെ ഒരു കളിയുണ്ട്. അത് വേറെ ലബിള് അറിയോ. വേറെ ലബിളാണ്. നമുക്ക് നേരെ പോവാന്ന്. ഇത് ഇപ്പം കഴിയും. ഇതൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. നമ്മൾ സെറ്റാക്കുന്നേ. നമ്മളൊന്ന് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നേ. എന്തുട്ടാ സംഭവേ. നമ്മളിതാ താഴോട്ട് വന്നിട്ടുണ്ട്. ഇനി മോനെ ഒരു കളിയുണ്ട്. ഒരു കളിയാണ് എന്ന് വേണമെങ്കിൽ പറയാം, എന്ന് വേണ്ടെങ്കിലും പറയാം. എന്തായാലും എന്താ പറഞ്ഞാൽ പോരെ. ഹൈറ് അടുക്കണം മോളി. ഓനെന്താ ഒരു സംഭവം അളക്കുന്ന. ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോകുമ്പോഴത്തേ നിങ്ങൾ വേറെ സംഭവം ആക്കുന്നു. ഞാൻ എന്താക്കട്ടെ, മറ്റേ ഇങ്ങനെ വിളിക്കട്ടെ. ഡാ പരിപാടി സെറ്റാക്കാം. ഓക്കെ ഇനി ഈ ലാസ്റ്റ് പരിപാടിയുള്ളൂ. ജയ വിളിച്ച് ലാസ്റ്റ് പരിപാടിയുള്ളൂ എന്ന് പറഞ്ഞ് ഇവനെല്ലാം ഇപ്പം ഉണ്ടല്ലോ ഈ മിനി റോഡ്. അപ്പോൾ അതാണ് ഗോസ്റ്റായിട്ട് ഞാൻ കളിക്കുന്നത്. ഗോസ്റ്റായിട്ട് കളിച്ചില്ല ഈ മിനി റോഡ് ഉണ്ടാവും. ഇതേനു സംഭവം എന്തേനു. ഇത് മറ്റേ സംഭവം അനക്ക് മനസ്സിലായി. ഇത് ഓണാവുന്നേ. ഇതാ കണ്ടില്ലേ, ഇവിടെ എന്തോ ഒരു മുട്ട ഉണ്ട്. ഇവിടെ നിന്നാണ് കുറേ മുട്ട ഉണ്ടല്ലോ. ഈ മുട്ട പാക്കറ്റ് എന്തിനാ തിന്നാനാ? വല്ല മുട്ട ഉണ്ടോ നമുക്ക് തിന്നാലോ? ഇതിലൊരു മുട്ടയില്ല. കുറേ മുട്ട പാക്കറ്റ് ഉണ്ട്. മുട്ട പാക്കറ്റ് തരുമോ? മുട്ട പാക്കറ്റിന് എത്രയാണ് വില? 20 ഇതിലൊന്നിനും ഇല്ല. വെറുതെ എന്തിനാ മുട്ട പാക്കറ്റ് മാത്രം പറ്റുക? വെറുതെ ആളെ പറ്റിച്ചാ നടക്കൂലേ. ഭാര്യയെ പറ്റിക്കുന്ന എനിക്കറിയാം. കിട്ടി. ചീന മുട്ട കിട്ടി. എനിക്കറിയാം എന്തൊക്കെ ഉണ്ട്. എല്ലാം കണ്ടുപിടിച്ച് ചീന മുട്ടയും വരെ കണ്ടുപിടിച്ച്. ഇനി മോനെ ഒരു കളിയുണ്ട് മോനെ. അത് വേറെ ലെവലാണ്. ഓക്കെ ഇങ്ങോട്ടല്ല നമ്മളോട്ടെ. മുട്ട അടി വെക്കല്. ചേട്ടാ മുട്ട അടി വെക്കല്. മുട്ട ഒന്ന് എടുക്കണം. ഇവിടെയാണ് മുട്ട വെക്കാം. മുട്ട വെച്ചോ. ഓക്കെ സെറ്റ്. നാളെ ചീന മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ശ്വാസം പിടിച്ചിട്ട് ചത്തോളും ആള്. ഇനി എന്താക്കാം, നമുക്ക് നമ്മളെ പരിപാടി വെക്കാം. ഇതിപ്പം മോനെ ഒരു പരിപാടിയാവും. ഓക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഗൈസ്. ഓനെ വന്ന് ടെസ്റ്റ് ചെയ്യണം. ഇനി അത് വേഗം ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. ടെസ്റ്റ് ചെയ്യടാ. ഇപ്പോഴത്തെ നമുക്കിത് ഫുള്ള് സെറ്റാക്കാം. ഓക്കെ ഇനി ആകെ ഈ കീ മാത്രം കിട്ടിയാൽ മതി. ഫുള്ള് സെറ്റായി. ഈ കീ
എന്തൊരു സംഭവമാണ്. ഓക്കെ 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 ഹാപ്പി ഹാപ്പി സെറ്റ്. അതാ കുടിക്കാൻ വരുന്നുണ്ട്. ചാവ റെഡി ആയിക്കോ മക്കളെ, ചാവ റെഡി ആയിക്കോ. ഓക്കെ ഓക്കെ ഇപ്പം ചാവും എന്ന് വെച്ചാൽ ചാവും. ഓക്കെ ടാറ്റാ ബൈ സി യു ടാറ്റാ ടാറ്റാ ടാറ്റാ. അങ്ങനത്തെ അയ്യോ അയ്യോ നമ്മള് ഓക്കെ നമ്മളിതാ കീ എടുത്തിട്ടുണ്ട്. നമ്മൾ കളിക്കുന്ന കീ കൊണ്ട് നീയും ചാടേണ്ട. നമുക്ക് എന്താക്കാം, ലോക്ക് തുറക്കാം ഗൈസ്. അവസാനം നമ്മളിതാ 6th ലെവൽ നമ്മളിതാ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. ഇതോ നമ്മളിതാ എത്തിയില്ല അവസാനം. അയ്യോ തലയടിച്ചിട്ടാണ് നമ്മൾ ഇവനെ ഓക്കെ കണ്ടുപിടിച്ച്. അപ്പൊ നമ്മളെ ഫ്രണ്ട്സിനെ ഇനി ആകെ ഒരാളും കൂടി കണ്ടുപിടിച്ച സെറ്റ് പോണേ സെറ്റ്. നമുക്കൊരു പരിപാടി ഉണ്ട് പോവാണ്. എന്താ റോക്കറ്റ് ഉറപ്പിച്ച് കളിക്കുന്ന എന്തുകൊണ്ടേ ഈ സമയത്താവും എനിക്ക് റോക്കറ്റ് ഉറപ്പിച്ച് കളിക്കാൻ സമയം. അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബൈ സി യു.